ഹലോ കൂട്ടുകാരെ, അപ്പം 2026 നമ്മൾ കടന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഒരു പുതുവത്സരം നേർന്നുകൊള്ളുന്നു. മനോഹരമായൊരു പുതുവത്സരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. നമുക്ക് ഒരു കാര്യം സംസാരിച്ചു തുടങ്ങാം അല്ലേ. എല്ലാവർക്കും ഈ വർഷം 2026 2025 നല്ലതാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്കും അതുപോലെ തന്നെയുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം സംസാരിച്ച് നമുക്ക് 2026 കയറുവാണെങ്കിലേ നമ്മളൊക്കെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് 2021 വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. അങ്ങനെ ഡിസംബർ 31 ആകുന്നു. വൈഫ് മഞ്ജുവിന് ജോലിയാണ്. എനിക്കന്ന് ഓഫായിരുന്നു. 31 രാവിലെ നമ്മൾ നൈറ്റ് കഴിഞ്ഞ് വരുന്ന മഞ്ജുവിനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളിങ്ങനെ വരികയാണ്. നമ്മുടെ നോർമൽ റോഡാണ്. റോഡിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ എത്രയ്ക്കോ സേഫ്റ്റിയോടെ ഓടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വണ്ടി നേരെ വന്ന് നമ്മളെ ഇടിക്കുകയാണ്. സോ സ്ട്രേറ്റ് റോഡ്, 40 മൈൽ സ്പീഡ്, നോർമലായിട്ട് നമ്മളെന്നും പോകുന്ന റോഡ്, ഒരു വണ്ടി ഇറക്കത്തിൽ നിന്ന് വന്ന് നമ്മൾ ഇടിക്കുകയാണ്. ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഇടിക്കുന്നു. ആ നിമിഷം മാത്രം ഓർമ്മയുണ്ട് എനിക്ക്. RAV4 ആയിരുന്നു വണ്ടി. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലർച്ച, റൈറ്റ് സൈഡിൽ ഇരുന്ന മഞ്ജുവിൻ്റെ ഒരു അലർച്ചയും, വണ്ടി അപ്സൈഡ് മറിഞ്ഞ് 2-3 പ്രാവശ്യം കുത്തി ടാറിട്ട റോഡിൽ കൂടി ഇങ്ങനെ നിരങ്ങുന്ന സൗണ്ട് മാത്രം എൻ്റെ ചെവി കേൾക്കാം. അലർച്ചയും എയർ ബാഗൊക്കെ പൊട്ടി എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ നോർമലായിട്ട് റോഡിൽ പോകുന്നു, ഇടിക്കുന്നു, വണ്ടി ഒരു സെക്കൻഡ് ആയോന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ മറിയുന്നു. പിന്നെ ഞങ്ങൾ കിടക്കുന്നത് നമ്മുടെ സ്പൈഡർമാനൊക്കെ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നു. ദേഹത്ത് മൊത്തം ലിക്വിഡാണ്. അപ്പം ഞാൻ ഓർത്തു ബ്ലഡ് ആയിരിക്കും എന്ന് ഓർത്തു. മഞ്ജു കാറുന്നു. അപ്പം ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ നേരെ തിരിഞ്ഞ്, ഞാൻ പറ്റുവാണെങ്കിൽ ഈ ഫോട്ടോ ഇതിനകത്തിടാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വല്ലാത്തൊരു ഇരുട്ടിലും ഇതിലും ഞാൻ മഞ്ജുവിൻ്റെ തലയിൽ പിടിക്കുന്നു. തലയിൽ ലിക്വിഡ് എന്തോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലഡ് ആണെന്നാണ് വിചാരിച്ചത്. അത്രയും ഭീമമായ ഒരു ഇടിയും, വണ്ടി 2-3 പ്രാവശ്യം ഇങ്ങനെ മറിയുന്നതും ടാറിട്ട റോഡിൽ കൂടി ഇങ്ങനെ ഇഴയുന്നതുമായ സൗണ്ടുകൾ മാത്രം എൻ്റെ ചെവിയിൽ കേൾക്കാം. ഇപ്പോഴും അത് പറയുമ്പോൾ എന്തൊരു ഫീലാണ്. അങ്ങനെയായിരുന്നു. രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചൊരു ഇടിയല്ലായിരുന്നു. മൊത്തം ഇതായി, ആ ബോധമുണ്ട്. ഞാനിങ്ങനെ തലയും കുത്തി ഇങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് വന്നത്, ഞാൻ എൻ്റെ വണ്ടിയിൽ, നിങ്ങൾക്കറിയാലോ എൻ്റെ വണ്ടിയുടെ പേര് പുണ്യാളൻ സ്പടക്കുതിര എന്നാണ്. അത് ഇട്ടതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടുമല്ല. നമ്മുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ പുണ്യാളൻ്റെ വണ്ടി ആയിരിക്കണം എൻ്റെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ഇട്ടിരുന്നത്. അപ്പം ആ രീതിയിൽ ഞാൻ കാണുന്നത്, ഞാൻ എടത്തൂർ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന സ്വർണ്ണ നിറമുള്ള ഗീവറീസയുടെ രൂപമാണ് താഴെ കിടക്കുന്നത് കാണുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓക്കെ, എനിക്ക് ബോധമുണ്ട് എന്നുള്ളൊരു രീതിയിലോട്ട് വരുന്നത് ഞാനത് എടുത്ത് താഴെ മൊബൈൽ കിടക്കുന്നു. തിരിഞ്ഞങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ബ്രദേഴ്സിനെ വിളിക്കുന്നു. അവരെല്ലാവരും പെട്ടെന്ന് നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഓടി വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടമാണ് ചുറ്റിനും. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വണ്ടി വരുന്ന സൗണ്ട് കേൾക്കാം. എന്തോ നടക്കുന്നതെന്നും നമുക്കറിയില്ല. അവിടെ നിന്ന് പോലീസ് വണ്ടി, ഹേയ് നിങ്ങൾ ഓക്കെ ആണോ, പുറകിൽ കുട്ടികളോ ബേബീസ് ഉണ്ടോ, ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാഗ് പൊട്ടിച്ച് ഞങ്ങളെ ഇങ്ങനെ പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിച്ച് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ആക്സിഡൻ്റാണ് നമുക്ക് സംഭവിച്ചത്. നമുക്കൊന്നും പറ്റിയില്ല എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ പോലും കയ്യിലും തലയിലൊക്കെ എന്താ തെറിച്ചത്, ബ്ലഡാണോ എന്ന് നോക്കുമ്പോൾ അത് ഓയിലോ ഗ്രീസോ എന്താണ്ടായിരുന്നു. അപ്പം ബ്ലഡ് അല്ല. അപ്പം മഞ്ജുവും ഓക്കെയാണ്. പക്ഷെ അവിടെ ശരിക്കും പേടിച്ചു പോയായിരുന്നു. തിരിച്ച് ഇറങ്ങി എൻ്റെ കൈക്കും കാലിനും ദേഹത്തിനും ഒന്നും ഒരു പോറൽ പോലും ഉണ്ടായില്ല. അത് വലിയൊരു ആക്സിഡൻറ്റില്ല. പുതുവത്സരത്തിലോട്ട് നടക്കുന്ന 31 2021 കാര്യമാണ് ഈ പറയുന്നത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നു. വീണ്ടും നമ്മൾ അവർ പോലീസ് വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പം പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞു, വേണ്ട സാർ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു ഓക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രയാസം വരുവാണെങ്കിൽ നമ്മളെ അറിയിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം ഞാനും മഞ്ജു ഓക്കെ ആണെന്നുള്ള സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോരുന്നു. അന്നത്തെ ദിവസം വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം 31 രാവിലെയാണ് നടക്കുന്നത്. വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തലയ്ക്കൊക്കെ ഒരു പെയിൻ തുടങ്ങുന്നു.
മഞ്ജുനും അതെ പെയിൻ തുടങ്ങുന്നു. അപ്പം പെട്ടെന്ന് എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പം എല്ലാവരും നമ്മളെ വഴക്ക് പറയുകയാണ്, എന്തോ പരിപാടി കാണിച്ച് അങ്ങനെ ഒരിക്കലും പോകാതിരിക്കരുത്, ചെറിയൊരു ഇതാണെങ്കിൽ പോലും പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എന്നിട്ട് പെട്ടെന്ന് വിളിക്കുന്നു, അങ്ങനെ നമ്മൾ അനിയന്മാർ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് MRI എല്ലാം എടുത്തിട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ ഓട്ടമാണ്. എന്താ സംഭവിക്കുന്നതെന്നും എനിക്കും അറിയില്ല. സംഭവം അവർ വന്ന് മഞ്ജുവിനെ മാറ്റി നിർത്തിയിട്ട് മഞ്ജുവിനോട് പറയുകയാണ്, അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ബ്ലഡ് പ്രഷർ ഹൈ കയറിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇപ്പം ഞാൻ ഓർത്തു ഇടിയുടെ ആഘാതത്തിലുള്ള സംഭവമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും MRIയും CT ഒക്കെ എടുത്തിട്ട് അവർ മഞ്ജുവിനോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത്. ആ ഒരു നിമിഷം അവൾ കരയുന്നു, ഞാനും ഡോക്ടർ വന്ന് പച്ചയ്ക്ക് എന്നോട് പറയുകയാണ്, ഇവിടെ അങ്ങനെയാണല്ലോ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടെന്ന് പറയുമ്പം ആസ് എ നേഴ്സ് എന്ന നിലയിലും നമുക്ക് ആ സിറ്റുവേഷനിൽ കൂടെ കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടും ഇനിയിപ്പം അതായത് ഇനി മണിക്കൂറുകളോ അല്ലെങ്കിൽ നിമിഷങ്ങളോ നമ്മൾ ജീവിക്കുകയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ, ആ സമയത്ത് ഇനി ആരെ വിളിക്കും എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സോ അമ്മയെ വിളിക്കണോ, അച്ഛനെ വിളിക്കണോ, ഇനി കൂട്ടുകാരെ വിളിക്കണോ? ആ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ 2-3 കൂട്ടുകാരെ ഞാൻ വിളിച്ചു. ആ സെക്കൻഡിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഹോസ്പിറ്റലിൽ എത്തുകയും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം നിമിഷങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ കടന്നു പോയി. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു, അത് ഇൻഫ്ലമേഷനാണ്, ഇടിച്ചതിൻ്റെ ഇൻഫ്ലമേഷനാണ്, സോ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. ആ നിമിഷം നമ്മുടെ ഒരു പുതിയൊരു ജീവിതം നമുക്ക് കിട്ടിയൊരു പ്രതീതി ഉണ്ടല്ലോ, ഭയങ്കര ഒരു വിഷമത്തിൽ കൂടെ കടന്നു പോയിട്ട് പെട്ടെന്ന് ഒരു പുതിയ ജീവിതം എന്ന 2ാം ജന്മം പോലെ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനൊരു സംഭവം കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ആശ്വാസം ഉണ്ടല്ലോ. ദൈവത്തോട് നന്ദി പറയുന്നു. എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് രാത്രി 12 മണിക്കാണ്, ന്യൂ ഇയർ ഡേയിലാണ് 2022. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, നമ്മൾ ഒരു കാര്യവും നാളെ ചെയ്യാമെന്ന് കരുതി വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെ വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറയുന്ന പോലെ അത് നീളയായി പോകും. നിങ്ങളുടെ മോഹങ്ങളോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലൊക്കെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇടിച്ചത് ആളെ ഇങ്ങോട്ട് മാറ്റി നിർത്തി പോലീസ് വന്ന് നോക്കിയപ്പം ഒരു പ്രായമായ 78 വയസ്സൊരു അമ്മയാണ്. അപ്പം പുള്ളിക്കാരത്തെയും പേടിച്ചു പോയി. കാരണം പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രേക്കിന് പകരം ആക്സിലേറ്റർ എങ്ങാണ്ടൊക്കെ എടുത്തു പോയി. അതുകൊണ്ടാണ് നോർമൽ റോഡിൽ നേരെ ഹിറ്റ് ഒന്ന് വണ്ടി ഇടിച്ചത്. ആ ഇടിയുടെ ആഘാതത്തിലാണ് നമ്മൾ ഇതായത്. അപ്പം അന്ന് മുതൽ നമ്മൾ തീരുമാനിച്ചു. പക്ഷേ നമ്മൾ വലിയ പ്രോബ്ലത്തിനൊന്നും പോയില്ല. അത്ര പ്രായമായ ഒരു അമ്മയാണ്. ഇൻഷുറൻസൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അതിനുള്ള ഉപകാരങ്ങളും കിട്ടി. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ന്യൂ ഇയർ ആണ്, പുതിയ വർഷമാണ്. നമ്മൾ ശ്രമിക്കുക നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഈവൻ ഒരു ഫോട്ടോസ് എടുത്താൽ പോലും അത് എന്തിന് മൊബൈലിൽ വെച്ചിട്ട് നാളെ ഇടാം, മറ്റന്നാൾ ചെയ്യാം, നിങ്ങൾക്കൊരു പാട്ട് പാടണം, നാളെ ആകട്ടെ, നാളെ റെക്കോർഡ് ചെയ്യാം, നിങ്ങൾക്ക് നാടകം കളിക്കണം, നാളെ ചെയ്യാം, അതുപോലെ നിങ്ങൾ പുതിയൊരു ജോബിന് ട്രൈ ചെയ്യണം, നാളെ ചെയ്യാം എന്നൊന്നും കരുതണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പുറകെ പോവുക. എത്രയും പെട്ടെന്ന് അത് നടത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ, ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ അന്ന് തീരുമാനിച്ചതാണ്, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്. കൂട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കാരൊക്കെ പലതും പറയാം, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പുതുവർഷം 2026 നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതിപ്പം ഇതൊക്കെ പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുന്നത്, ആ മെമ്മറീസ് ഞങ്ങളിന്ന് വന്നപ്പോൾ 31st ആ ദിവസം തന്നെയാണല്ലോ നമുക്കത് സംഭവിച്ചതെന്ന് ഞങ്ങളൊന്നുകൂടെ റീതിങ്ക് ചെയ്തപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇത് കേൾക്കുന്ന ആരും ഒരിക്കലും ഒരു കാര്യത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം എനിവേ എന്തായാലും എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. മെനി ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവരോടും ഓക്കെ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.